Hi everyone, this is TradeX. Welcome back to our YouTube channel. ഇത് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബിഗിനർ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഡൗട്ട്സ് ചോദിച്ചായിരുന്നു. അതെല്ലാം നമ്മൾ പറ്റുന്ന പോലെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് നമ്മളോട് ഇന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവരുടെ സജഷൻസ് പ്രകാരം അവർ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ. വാട്ട് ഈസ് എ ക്യാൻഡിൽ സ്റ്റിക്സ്? നമ്മൾ ട്രേഡിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്സ്. എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് വെച്ചാൽ പ്രൈസ് മൊമെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് റിസൾട്ടായി നമുക്ക് കാണിച്ചു തരുന്നതിനെയാണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ക്യാൻഡിൽ സ്റ്റിക്സ്. ബാക്കിയുള്ള ലൈൻ ചാർട്ട് ആൻഡ് അതർ ചാർട്ട്സിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് റീഡ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൂളാണ് ക്യാൻഡിൽ സ്റ്റിക്സ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസായി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. മിനിറ്റ്സ് മുതൽ അല്ലെങ്കിൽ സെക്കൻഡ്സ് മുതൽ ഹവേഴ്സ്, ഡേയ്സ് എല്ലാം നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഡേയുടെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ് എല്ലാം നമുക്ക് ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ചാർട്ട്സിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്സ് ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. പ്രൈസ് മൊമെൻറ്റ് നല്ലപോലെ അനാലിസിസ് ചെയ്യാനും റീഡ് ചെയ്യാനും നമുക്ക് പാറ്റേണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നത് ക്യാൻഡിൽ സ്റ്റിക്സ് ത്രൂ ആണ്. നമ്മളെ എൻട്രി, എക്സിറ്റ് എല്ലാം ക്യാൻഡിൽ സ്റ്റിക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചാർട്ട് റീഡ് ചെയ്യുന്നതും അനാലിസിസ് ചെയ്യുന്നതും കംപ്ലീറ്റ്ലി ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബേസിലൂടെ ആയിരിക്കും. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ക്യാൻഡിൽ സ്റ്റിക്സ്. ബേസിക്കലി 2 ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ്. 2 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് ഉള്ളത്. നമ്മളെ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബൈ ക്യാൻഡിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയാം. റെഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെൽ ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മളെ ക്യാൻഡിലിൻ്റെ ബോഡി. ഇതാണ് നമ്മളെ ബോഡി ആയിട്ട് വരുന്നത്. മറ്റത് രണ്ടും വിക്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്യാൻഡിൽസ് പല ടൈം ഫ്രെയിമിൽ കാണാം. 1 മിനിറ്റ് ഉണ്ടാവും, 5 മിനിറ്റ് ഉണ്ടാവും, ഡെയിലി ക്യാൻഡിൽ ഉണ്ടാവും. 1 മിനിറ്റിൻ്റെ ആണെങ്കിൽ ഓരോ മിനിറ്റിൻ്റെ ഇങ്ങനത്തെ ക്യാൻഡിൽസ് ആയിരിക്കും വരുന്നത്. ഡെയിലി ക്യാൻഡിലാണെങ്കിൽ ഒരു ക്യാൻഡിലായിരിക്കും അന്നത്തെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസ് പ്രൈസിൽ ഇങ്ങനൊരു ക്യാൻഡിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഡെയിലി ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ആ ഡേറ്റിലെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ പ്രൈസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ വിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ ദിവസത്തെ താഴത്തേക്ക് ക്യാൻഡിൽ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പ്രൈസ് ക്ലോസ് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോയിട്ട് ഇവിടെയാണ് അന്നത്തെ ഡേറ്റ് ലോ ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ നിന്നിട്ടില്ല, ആ ഡേ തീർന്നിട്ടില്ല അതിനർത്ഥം. ഓക്കെ, എന്നിട്ട് പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ പോയി ഇവിടെ അപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല. അന്നത്തെ ദിവസം തീരാത്തതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും പ്രൈസ് പോയി ഇവിടെ അന്നത്തെ ദിവസത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തു. അന്നത്തെ ദിവസത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെയല്ല ക്യാൻഡിൽ ക്ലോസ് ആയത്. അന്നത്തെ ദിവസം തീരുമ്പോൾ ഇത് താഴത്തോട്ട് വന്ന് അന്നത്തെ ദിവസത്തെ ടൈം തീർന്നപ്പോൾ ഇവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. നമുക്ക് ഈസി ആയിട്ട് അന്നത്തെ ഡേത്തെ ഓപ്പണിംഗ് പ്രൈസ് കാണാൻ പറ്റുന്നു, അന്ന് എത്രത്തോളം പ്രൈസ് താഴത്തേക്ക് പോയെന്ന് കാണാൻ പറ്റുന്നു, അന്നത്തെ ദിവസം ഹൈ ഉണ്ടാക്കിയത് കാണാൻ പറ്റുന്നു, ക്ലോസിങ് പ്രൈസ് കാണാൻ പറ്റുന്നു. ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ. നേരെ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് പ്രൈസ് പോയി അവിടെ അന്നത്തെ ദിവസത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അവിടെ ടൈം തീരാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, താഴത്തേക്ക് ഇങ്ങനെ വന്നു, അന്നത്തെ ദിവസത്തെ ലോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെയാണ് ക്ലോസ് ആയത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ജസ്റ്റ് ടൈപ്പ് ഓഫ് ട്രേഡ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിൽ സ്കാൽപ്പിംഗ്, ഫസ്റ്റ് വൺ സ്കാൽപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ സെറ്റപ്പിലാണ് നമ്മളെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. സ്കാൽപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ അനാലിസിസ് കാര്യങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ്സിൽ അല്ലെങ്കിൽ മിനിറ്റ്സിലായിരിക്കും. എക്സിക്യൂഷനും അതുപോലെ തന്നെ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സിലായിരിക്കും. അവർ റിസൾട്ടും ഏകദേശം ഫ്യൂ മിനിറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഹവർ കൊണ്ടൊക്കെ അവരുടെ റിസൾട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ,
പിന്നെ ഇനി ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഹവേഴ്സ് ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുക ആ ഒരു സെറ്റപ്പിലൊക്കെ ആയിരിക്കും. 3 മിനിറ്റ് 5 മിനിറ്റ് 50 മിനിറ്റ് ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ചൊരു മാക്സിമം ഒരു 1 hour 4 hour ഒക്കെ ടൈം ഫ്രെയിം പോയിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് എടുക്കാറുള്ളത്. ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ആ ഒരു റേഞ്ചിലൊക്കെ, അല്ലെങ്കിൽ 1 മിനിറ്റ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. ഓക്കെ, നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്യൂ അവേഴ്സ് കൊണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സ്വിംഗ് ട്രേഡേഴ്സ് ഉണ്ട്. സ്വിംഗ് ട്രേഡേഴ്സ് ഒരു ഡെയിലി ചാർട്ടിലൊക്കെ അനാലിസിസ് ചെയ്തിട്ടായിരിക്കും അവർ എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അവർ ഹോൾഡ് ചെയ്യായിരിക്കും മെയിനായിട്ട്. അവരുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡേയ്സ് ടു വീക്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പൊസിഷണൽ ട്രേഡേഴ്സ് ഉണ്ട്. പൊസിഷണൽ ട്രേഡേഴ്സ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടെക്നിക്കൽ അനാലിസിസിലുപരി ഫണ്ടമെൻ്റൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് നമ്മളെ ടൈം ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ചാർട്ടിൽ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ളത് ഇവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റിയൽ ചാർട്ടിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഈ ചാർട്ട്സ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് ട്രേഡ് വ്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ. സോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അറിയാത്തവരുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ഫ്രെയിംസ് ഒക്കെ ഡിസ്കസ് ചെയ്തില്ലേ. നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ഫ്രെയിംസ് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇത് 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇവിടെ നമ്മളെ ഓപ്പണിംഗ് പ്രൈസ് വരുന്നു. ഇവിടെ ആ ഒരു 5 മിനിറ്റിൽ ഇവിടെ ഒരു ഹൈ, ആ 5 മിനിറ്റിൽ വന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് അപ്പോഴത്തെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡെയിലിയിൽ എടുത്താലും സെയിം തന്നെയാണ്. ഡെയിലിൻ്റെ ഓരോ ക്യാൻഡിൽസാണ് ഇവിടെ കാണാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, ഇത് ആ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഇവിടെ എന്ത് ചെയ്തു, ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഇവിടെ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു ഹൈയിലേക്ക് വന്നിട്ട് പ്രൈസ് അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് റണ്ണിങ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ആക്ച്വലി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു കാണാൻ പറ്റുന്നു, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഡേ ഇവിടെ താഴത്തേക്ക് പ്രൈസ് വന്നിട്ട് ഇവിടെ ഒരു ഹൈ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കറക്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഓപ്പണിംഗ് ക്ലോസ് അന്നത്തെ ഹൈ ലോ എല്ലാം ഒറ്റ ക്യാൻഡിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരോടും നോട്ട്സ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും നോട്ട്സ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഓൾമോസ്റ്റ് നമ്മളെ ബിഗിനേഴ്സ് ലെവലായിട്ടുള്ള കണ്ടൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അതിൽ നമ്മൾ ഡിസ്കഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നമ്മളെ വ്യൂസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ദിസ് ഈസ് ട്രേഡക്സ് സൈനിങ് ഓഫ്.